നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സ്ലൈഡിംഗ് ഗേറ്റ് തള്ളി നിൽക്കുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരും. അത് വെയിറ്റ് കൂടിയ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഗേറ്റ് തള്ളി നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ലൈഡിംഗ് ഗേറ്റ് തള്ളി നിൽക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ തരത്തിൽ ക്യാൻഡിലിവർ ഗേറ്റ് എന്നുള്ള പുതിയതായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗേറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗേറ്റ് തെള്ളി നിൽക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എത്ര വെയിറ്റുള്ള ഗേറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഗേറ്റിനെ തെള്ളി നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സാധാരണ സ്ലൈഡിംഗ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റിന് അതിൻ്റെ ഗേറ്റ് ഇതുവഴിയാണോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിന് മൂവ് ചെയ്യാൻ വേണ്ടി ഒരു ട്രാക്ക് ഉണ്ടായിരിക്കും. ആ ഗേറ്റിന് താഴെയായിട്ട് നമ്മൾ വീലും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ക്യാൻഡിലിവർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ റെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. പകരമായിട്ട് ഇതിന് ഒരു സി ചാനലുണ്ട്. സി ചാനൽ ഗേറ്റിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ റെയിലിന് പകരമായിട്ട് ഗേറ്റിൻ്റെ വെയിറ്റിനെ ക്യാരി ചെയ്യാൻ വേണ്ടി ക്യാരേജ് വീലുണ്ട്. അപ്പം ഗേറ്റിൻ്റെ ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാരേജ് വീൽ വെക്കുന്നത്. സാധാരണ ഇത് 2 ക്യാരേജ് വീലായിരിക്കും ഉള്ളത്. ക്യാരേജ് വീല് ഒരു ബേസ് പ്ലേറ്റിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസ് പ്ലേറ്റ് പിന്നീട് നമ്മൾ അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റിനകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ക്യാരേജ് വീലിനെ നമ്മൾ കോൺക്രീറ്റ് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗേറ്റിന് താഴെയായിട്ട് നമ്മൾ ഈ സി ചാനൽ ഗേറ്റിന് താഴെയായിട്ട് സി ചാനൽ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഗേറ്റിനെ നമ്മൾ ഈ ക്യാരേജ് വീലിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക് ഈ ക്യാരേജ് വീലിലും ഈ സി ചാനലിനകത്തോടെ കൂടെ ഓട്ടോമാറ്റിക് മൂവ് ചെയ്യും. ഓട്ടോമാറ്റിക് അല്ല, അതിന് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിനെ നമ്മൾ സി ചാനലിൻ്റെ മേളിലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഗേറ്റ് മൂവ് ചെയ്യുന്നത് ക്യാരേജ് വീലിൻ്റെ മേളിൽ സി ചാനലിൻ്റെ മേളിലായിട്ട് ഗേറ്റ്. അപ്പം ഗേറ്റ് വളരെ സിമ്പിളായിട്ട് ഈ ട്രാക്കിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ചാനലിനകത്ത് കൂടെ തന്നെ മൂവ് ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗേറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ കിറ്റ് നമ്മൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഗേറ്റിൻ്റെ കിറ്റ് നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും. അപ്പം അതിനകത്ത് ക്യാരേജ് വീലും സി ചാനലും അതിൻ്റെ സ്റ്റോപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ട്രാക്ക് മൊത്തത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഗേറ്റിനെ നമ്മൾ ഈ സി ചാനലിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗേറ്റിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അതിൻ്റെ ഒരു 40% കൂടെ അധികമായിട്ട് ബാക്കിലോട്ട് നമ്മൾ ഗേറ്റിന് വലുതായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ പോർഷനിലായിരിക്കും നമ്മുടെ വീലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സി ചാനലിനകത്ത് ആ വീലും ഉൾപ്പെടെ ഈ മുന്നോട്ട് നിൽക്കുന്ന ഗേറ്റിൻ്റെ വെയിറ്റ് മുഴുവൻ ഈ ബാക്കിൽ നിൽക്കുന്ന വീലും അതിൻ്റെ ട്രാക്കും അതിൻ്റെ വെയിറ്റ് ഫുള്ള് ബാക്കിലോട്ട് എടുക്കും. അങ്ങനെയാണ് ക്യാൻഡിലിവർ ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്.